ദുബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് അത് പുറപ്പെടേണ്ടതായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. 150ഓളം യാത്രക്കാർ ഇപ്പോഴും ദുരിതത്തിലാണ്. യാത്രക്കാർ വിമാനത്തിനകത്ത് പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പലരുടെയും, അതായത് 2 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ വിമാനത്തിനകത്തുണ്ട്. മാത്രമല്ല 2 പേരുടെ ഒരാളുടെ പിതാവ് മരിച്ചു, അതറിഞ്ഞിട്ട് പോന്നു, മറ്റൊരാൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അപ്പം എന്താണ്, അവർക്കുള്ള യാതൊരു സൗകര്യവും ഒരുക്കിയിട്ടില്ല എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയത് എന്നിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ വാപ്പായ കാണണം. വാപ്പ മരിച്ചു കിടക്ക. നേരത്തെ പറഞ്ഞിട്ട് വേറെ ഫ്ലൈറ്റ് പിടിച്ചു പോയല്ലേ. വെതർ കണ്ടീഷൻ അത് ഒരു കുഴപ്പമില്ല. എല്ലാ എയർപോർട്ടിൽ പോകുന്നുണ്ട്. എല്ലാ എയർപോർട്ടിലും എന്റെ ഫാദർ ഹോസ്പിറ്റലിൽ മരിച്ചിട്ട് കിടക്കുകയാണ്. എന്റെ ഫാദർ, എന്റെ സിസ്റ്റർ ഉൾപ്പെടെ ഇല്ലാത്ത. ഞാൻ രാവിലെ 3 മണിക്കാണ് ഇവിടെ എത്തിയത്. 3 മണിക്ക് രാവിലെ എയർപോർട്ടിനകത്ത് കയറി വെള്ളം പോലും. ഇതിനകത്ത് 2 വയസ്സായ കുട്ടിയുണ്ട്. ഭക്ഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരു ദിവസമായ കുട്ടീനകത്ത്. ഷിനോ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ, വലിയ ദുരിതത്തിലാണ്. നമ്മൾ കേട്ടതാണ് ഇവരുടെ ബുദ്ധിമുട്ട്. അത് എത്രത്തോളമാണ്, അവർക്കുള്ള സൗകര്യങ്ങളില്ല. മാത്രവുമല്ല, ഇതിങ്ങനെ വൈകുന്നത് 2 പേരുടെ ബന്ധുക്കളാണ് മരിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ സങ്കടവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും അറിയിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? എപ്പോൾ പുറപ്പെടുമെന്നാണ് അറിയുന്നത്? ധന്യ, ഇന്ന് പുലർച്ചെ 6:05 പുറപ്പെടേണ്ട IX530 വിമാനത്തിലെ യാത്രക്കാരുടെ ദുരിതമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആദ്യം പറഞ്ഞത്, ഈ വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ദുബൈയിലേക്ക് എത്തേണ്ട വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് റാസൽ ഹൈമയിൽ ഇറക്കി, അതുകൊണ്ടാണ് വിമാനം വൈകുന്നത് എന്നാണ് കാരണം പറഞ്ഞിരുന്നത്. അങ്ങനെ ആ വിമാനം കാത്തിരുന്ന് മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷം രാവിലെ 11 മണിക്ക് ഇവരെ വിമാനത്തിൽ കയറ്റി മുംബൈയിലേക്ക് കൊണ്ടുപോകാം, അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിമാനവും പിന്നെ ഈ ജീവനക്കാരുടെ സമയം മാറി എന്ന് പറഞ്ഞ് പറന്നു പൊങ്ങിയില്ല. അങ്ങനെ യാത്രക്കാർ അതിനകത്ത് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് മണിക്കൂറോളം ഇവർ വിമാനത്തിൽ കാത്തിരുന്നതിന് ശേഷം ഇവരെ വീണ്ടും വിമാനത്തിൽ നിന്ന് ഇറക്കി. പിന്നീട് UAE സമയം 5 മണിക്ക് ഇവരെ ചെന്നൈയിലേക്ക് എത്തിക്കാമെന്ന് വാക്കുകൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് ഇരുത്തുകയായിരുന്നു. 5 മണിക്കും ഈ വിമാനം പുറപ്പെട്ടില്ല. ചെന്നൈയിലേക്കുള്ള വിമാനവും വന്നില്ല. ഒടുവിൽ ഇവരോട് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്, നാളെ പുലർച്ചെ 7 മണിക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ മറ്റൊരു വിമാനത്തിൽ ഇവരെ എത്തിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യാത്രക്കാരെ ഇപ്പോൾ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്ത യാത്രക്കാരാണ് ഇവർ. അവർക്ക് ഇനി 24 മണിക്കൂർ കഴിഞ്ഞാലും നാട്ടിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണ്. പിതാവ് മരിച്ച 3 പേർ അതിലുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. 2 പേര് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിതാവ് മരിച്ചൊരു എൻ്റെ സഹോദരി കൂടിയുണ്ട് എന്ന് ഒരു യാത്രക്കാർ പറയുന്നുണ്ട്. അത്തരത്തിൽ അടിയന്തരമായി നാട്ടിലെത്തേണ്ടവരാണ് ഈ 15 മണിക്കൂറിലേറെയായി ഇപ്പോഴും ദുബൈയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത്. ധന്യ.